വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി ഹീറോയായി മാറിയപ്പോൾ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ആവേശകരമായ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ വീണ്ടും ഒരു കിരീടത്തിന് തൊട്ടരികെയെത്തിയത്. ഞായറാഴ്ച നടക്കാനിരിക്കുന്ന കലാശക്കളിയിൽ സൗത്ത് ആഫ്രിക്കയോ ന്യൂസിലൻഡോ ആയിരിക്കും ഇന്ത്യയുടെ എതിരാളികൾ. ടൂർണമെന്റിൽ ഇത് രണ്ടാമത്തെ കളിയിലാണ് വിരാട് കോഹ്ലി ഇന്ത്യയുടെ വിജയശില്പിയായത്. നേരത്തെ ചിരവൈരികളായ പാകിസ്ഥാനുമായുള്ള ഗ്രൂപ്പ് പോരാട്ടത്തിലും അപരാജിത സെഞ്ചുറിയോടെ അദ്ദേഹം ഇന്ത്യൻ വിജയത്തിന് ചുക്കാൻ പിടിച്ചിരുന്നു. സെമിയിൽ 84 റൺസുമായാണ് വിരാട് കോഹ്ലി ഓസീസിന്റെ അന്തകനായത്. ഓസീസിനെ ടൂർണമെന്റിൽ നിന്നും പുറത്താക്കിയ അദ്ദേഹം പാകിസ്ഥാനെയാണ് യഥാർത്ഥത്തിൽ വീണ്ടും കരയിച്ചിരിക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരും ആതിഥേയരുമായ പാകിസ്ഥാൻ നേരത്തെ തന്നെ ടൂർണമെന്റിൽ നിന്നും പുറത്തായതാണ്. അതിനു പിന്നാലെയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനത്തോടെ മറ്റൊരു തിരിച്ചടിയും അവർക്ക് നേരിട്ടിരിക്കുന്നത്. ടൂർണമെന്റിന്റെ കലാശ പോരാട്ടത്തിന് വേദിയാവാനുള്ള സുവർണാവസരമാണ് ഇതിലൂടെ പാകിസ്ഥാന് നഷ്ടമായത്. ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിലായിരുന്നു ഞായറാഴ്ചത്തെ ഫൈനൽ നടക്കാനിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനത്തോടെ അവർക്ക് അതിനുള്ള അവസരവും നഷ്ടമായി. കാരണം ഇന്ത്യ ഫൈനലിലേക്ക് കടന്നതോടെ ഇനി മത്സരം ദുബായിലാണ് നടക്കുക. കാരണം പാകിസ്ഥാനിൽ കളിക്കാൻ തയ്യാറല്ലെന്ന് ഇന്ത്യ നേരത്തെ നിലപാട് എടുത്തിരുന്നു. ഇതേ തുടർന്ന് ഇന്ത്യയുടെ 3 ഗ്രൂപ്പ് മത്സരങ്ങളും ഒരു സെമി ഫൈനലും ദുബായിലാണ് തീരുമാനിച്ചിരുന്നത്. ഫൈനലിന്റെ കാര്യത്തിൽ 2 വേദികളാണ് ഓപ്ഷനുകളായി ഉണ്ടായിരുന്നത്. ഇന്ത്യ ഫൈനലിൽ എത്തിയില്ല എങ്കിൽ കലാശ പോരാട്ടം ലാഹോറിലും, മറിച്ചാണെങ്കിൽ മത്സരം ദുബായിലുമാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയുടെ തോൽവിക്കായി പാകിസ്ഥാനും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. പക്ഷേ അവരുടെ പ്രതീക്ഷകൾ തകർത്താണ് വിരാട് കോഹ്ലിയുടെ ചിറകിലേറി ഇന്ത്യ ഫൈനലിലേക്ക് കുതിച്ചത്. ഇതോടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ സെഞ്ചുറിയുമായി തങ്ങളെ കരയിപ്പിച്ച അദ്ദേഹം വീണ്ടും പാകിസ്ഥാൻകാരുടെ ഹൃദയവും തകർത്തിരിക്കുകയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു ICC ടൂർണമെന്റിന്റെ ഫൈനലിന് വേദിയാവാനുള്ള അവസരമാണ് പാകിസ്ഥാന് ഇത്തവണ നഷ്ടമായിരിക്കുന്നത്. 1996 ICC ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ മാത്രമാണ് നേരത്തെ ലാഹോറിൽ നടന്നിട്ടുള്ളത്. അന്ന് ഓസ്ട്രേലിയയും ശ്രീലങ്കയുമാണ് കൊമ്പുകോർത്തത്. അതിനുശേഷം ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിന് വേദിയാവാൻ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. മാത്രമല്ല സ്വന്തം ടീം കലാശക്കളിയിൽ കളിക്കുന്നതും അവർ സ്വപ്നം കണ്ടു. പക്ഷേ പാക് ടീം ഫൈനലിൽ എത്തിയില്ല എന്ന് മാത്രമല്ല ഈ മത്സരം സ്വന്തം നാട്ടിൽ കാണാനുള്ള അവസരം കൂടി പാകിസ്ഥാന് നഷ്ടമായിരിക്കുകയാണ്. 2017 അവസാനത്തെ ചാമ്പ്യൻസ് ട്രോഫിയിലെ റണ്ണറപ്പ് കൂടിയാണ് ഇന്ത്യ. അന്ന് ഇംഗ്ലണ്ടിൽ നടന്ന ടൂർണമെന്റിന്റെ കലാശ പോരാട്ടത്തിൽ സർഫറാസ് അഹമ്മദ് നയിച്ച പാകിസ്ഥാന് മുന്നിൽ വിരാട് കോഹ്ലിയുടെ ടീം ഇന്ത്യ വൻ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. അന്ന് കൈവിട്ട കിരീടം രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇത്തവണ തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. തുടർച്ചയായി 4 ജയങ്ങളുമായി കുതിക്കുന്ന ഇന്ത്യൻ ടീം ഇനി ഫൈനലിലും ജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ടൂർണമെന്റിൽ കാര്യമായി പരീക്ഷിക്കപ്പെടാതെയാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ ട്രോഫി എന്ന സ്വപ്നത്തിന് ഒരു വിജയം മാത്രം അകലെ എത്തിയിരിക്കുന്നത്.